ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. സ്റ്റുഡൻസിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. 5 days ട്രിപ്പാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓൺ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സെൻട്രൽ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എയർനാട് എക്സ്പ്രസ് അറൈവൽ പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മളെല്ലാവരും സേഫായിട്ട് ട്രെയിൻ കയറിയിരിക്കുകയാണ്. 2 ഗൈഡുമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ട്രിപ്പ് ക്യാമ്പസ് എന്ന് പറയുന്ന ഏജൻസിയാണ് നമ്മൾ ഈ ഒരു ടൂറിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ത്രൂ ഔട്ട് ദി ജേർണി അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആണ് നമ്മൾ ട്രെയിൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ കയറി കുറേ നേരത്തെ ട്രാവലിന് ശേഷം നമ്മൾ ഒരു 7 മണി 8 മണി ടൈമിൽ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി നമ്മൾ ഇവരുടെ ബസ്സിലാണ് പോകാൻ പോകുന്നത്. അപ്പം ഓവർനൈറ്റ് ജേണിയാണ്. നമ്മൾ ഡൻഡേലിയാണ് ഫസ്റ്റ് ഡേ ഓഫ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഓവർനൈറ്റ് ജേണിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഡൻഡേലിക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഡൈൻ ആൻഡ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടോ. ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഫുഡിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ എത്തിയപ്പം ഒടുക്കത്തെ തണവും മഞ്ഞൊക്കെ ആയിരുന്നു ഗൈസ്. എല്ലാവരും വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൻഡേലിയിലെ ടസ്കർ ട്രെയിൽസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഡേയുടെ നമ്മൾ സ്റ്റേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തി. ഇനി നമ്മളൊന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ ദിവസം വാട്ടർ ആക്ടിവിറ്റിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. റേഞ്ചില്ല. ചെരുപ്പ് തുന്നിക്കെട്ടേണ്ടി വരും. തുന്നിക്കെട്ടി തണുപ്പ് തന്നെ തുന്നിക്കെട്ടിങ്ങനെ എല്ലാരും വിറച്ച് നിൽക്കണം. എന്താ സ്നേഹ, നല്ല ചൂടില്ലേ? നല്ല ചൂടുണ്ട്. എന്റെ കൈ വിറയ്ക്കണം. എങ്ങനെയുണ്ട് സ്നേഹം? നമ്മൾ ഫുഡ് കഴിച്ച് ഇനി വാട്ടർ ആക്ടിവിറ്റിക്ക് പോവാണ് ഗൈസ്.
നമുക്ക് ബാക്കി അവിടെ കാണാം. ഇറക്കി കേട്ടാ. അങ്ങനെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റിക്ക് ശേഷം നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളവിടെ പോയപ്പോൾ കയാക്കിങ് ചെയ്തു, സിപ്പ് ലൈനിൽ പോയി, സോർബിങ് ചെയ്തു, സിഗ്സാഗ് ബ്രിഡ്ജിൽ കൂടെ നടന്നു വന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തായാലും നമ്മൾ ചുറ്റിനും കുരങ്ങന്മാരായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പാവങ്ങളായിരുന്നു, നമ്മൾ ഉപദ്രവിക്കാനേ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഫുഡ് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ബിരിയാണി തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇത് കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഫ്രഷപ്പായി ഡ്രസ്സപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്പോട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മിസ്സായതല്ലേ, എല്ലാവരും റെഡിയായി വന്നതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് അവിടുത്തെ കാടുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടക്കായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ ഒരു ജംഗിൾ യാത്ര വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് വല്ലാത്തൊരു ട്രക്കിംഗ് ആയിട്ട്. ഹായ് ഗൈസ്. എന്താ വർഷ നമ്മുടെ പ്ലാൻ ബീനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ഗ്രാമങ്ങൾ കറങ്ങാൻ പോകുന്നു. നമ്മൾ ജംഗിൾ കാണാൻ പോകാം. അവിടുത്തെ ഗ്രാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആ പശുവിനുള്ള വീഡിയോ അതേപോലെ അത് റെയിൻ ഡാൻസ് ആയിരുന്നു. പൂളാണോ എത്ര മണി വരെ? ബാക്കിയൊക്കെ അതൊക്കെ എത്ര മണി? 7 എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. ഇനി റിസോർട്ടിൽ കുറച്ച് നേരം നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് റെയിൻ ഡാൻസ് കാര്യങ്ങളൊക്കെ പറയും. ഹായ് നന്ദിത.